ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്കല്ലേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ഗൈസ് ഫെറൂഖ് ചൗധരിയെ സ്വന്തമാക്കാൻ ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് മുമ്പോട്ട് വന്നിട്ടുണ്ട്. ചെന്നൈ FC താരമാണ്, ഒരു വിങ്ങറാണ്, അറ്റാക്കിംഗ് മിഡ്ഫീൽഡറും കളിക്കുന്ന ഒരു പ്ലെയറാണ്. ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് മുമ്പോട്ട് വന്നിട്ടുണ്ട് ഒരു ഓഫറുമായിട്ട്. ഇപ്പം വരുന്നൊരു അപ്ഡേറ്റ് ആണ്. എന്തായാലും ഒരു നല്ല പ്ലെയർ തന്നെയാണ്, എക്സ്പീരിയൻസ് ഉള്ള പ്ലെയറാണ്. ഒരു 28 വയസ്സുള്ള ഒരു എക്സ്പീരിയൻസ് പ്ലെയർ തന്നെയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പം മുമ്പോട്ട് വന്നിട്ടുണ്ട്. എന്തായാലും ഒരു നല്ല സൈനിങ് തന്നെയാണ്. ഇതുവരെ ഇതിൻ്റെ കറക്റ്റ് കൺഫർമേഷൻ വന്നിട്ടില്ലെന്ന്, സൈൻ ചെയ്തെന്നൊന്നും കറക്റ്റ് കൺഫർമേഷൻ വന്നിട്ടില്ല. പക്ഷേ ഒരു ഓഫർ കൊടുത്തിട്ടുണ്ട്. വരികയോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമൊക്കെ എന്തായാലും ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. ഗൈസ്, അടുത്ത് പറയാൻ പോകുന്നത് നമ്മൾ ISL അപ്ഡേറ്റ് തന്നെയാണ്. ഗൈസ്, മോഹൻബഗാൻ താരമായ സെൻട്രൽ ബാക്കായ ടോം ആൽഡ്രഡിൻ്റെ കരാർ പുതുക്കിയിട്ടില്ല. ടോം ആൽഡ്രഡ് ടീം വിടുക എന്നാണ് ഇപ്പം വരുന്നൊരു അപ്ഡേറ്റ്. ഗൈസ്, ഇത് ഷൈജു ദാമോദരൻ ഒഫീഷ്യലായിട്ട് പറഞ്ഞു. മോഹൻബഗാൻ ഇപ്പം ടോം ആൽഡ്രഡിനെ കളയാൻ പോവാണ്. ഓഫർ പുതുക്കിയിട്ടില്ല. ഇപ്പം ടോം ആൽഡ്രഡ് ഇപ്പോൾ ഒരു ഫ്രീ ഏജൻ്റാണ്, ആർക്ക് വേണമെങ്കിലും സൈൻ ചെയ്യാം. എന്തായാലും ടോം ആൽഡ്രഡിനെ പോലെ ഒരു പ്ലെയർ കേരള ബ്ലാസ്റ്റേഴ്സിൽ വന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഗൈസ്, നമ്മൾ മോഹൻബഗാനി വരുന്ന മുമ്പ് നമ്മളൊരു ഓഫർ കൊടുത്താണ്, പക്ഷേ പൈസ കൂടുതലുള്ളതുകൊണ്ട് മോഹൻബഗാനി പോയതാണ് ടോം ആൽഡ്രഡ്. ഗൈസ്, കേരള ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ ഓഫറൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ കമൻറ്റ് ചെയ്യണേ. ബൈ ഗൈസ്.